പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടികളിൽ ഏകദേശ ധാരണയുണ്ടായി. കെ മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഡോക്ടർ പി സരിൻ എന്നിവരാണ് കോൺഗ്രസിൻ്റെ പട്ടികയിൽ കാണുന്നത്. CPM-ൽ വി വസീബും BJP-യിൽ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരും പരിഗണനയിൽ ഉണ്ടെന്ന് പറയുന്നു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഏത് നിമിഷവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം ഉണ്ടായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുള്ള ഒരുക്കത്തിലാണ് അവർ. അതിനുവേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ പാലക്കാട് നിന്ന് പരിഗണിക്കപ്പെടേണ്ടുന്ന ആളുകളുടെ പട്ടിക, അതായത് ഒരു DCCയുടെ ഒരു താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള പട്ടികകൾ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരുന്നു. അതായത് BJP-യും നൽകിയിട്ടുണ്ട്, LDF-ഉം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇത്തരത്തിലുള്ള DCCയും അത്തരത്തിലുള്ള ഒരു പട്ടിക നൽകിയിരുന്നു. ആ പട്ടികയിലുള്ള ആളുകളുടെ പേരുകൾ തന്നെ പരിഗണിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. കാരണം അന്തിമമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ AICC-യിൽ നിന്നാണ് അന്തിമ തീരുമാനം വരേണ്ടത്. BJP-യും ദേശീയ നേതൃത്വമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. CPM സംസ്ഥാന നേതൃത്വമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഒരു ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്നോടൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ്. അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്നത് യുവമുഖം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതിനുള്ള കാരണം ഷാഫി പറമ്പിലിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയാണ്. ഇവിടെ നിന്ന് വടകരയിലേക്ക് മാറുമ്പോൾ തന്നെ താല്പര്യമില്ലാതെയാണ് ഷാഫി മണ്ഡലം മാറിയത്. അപ്പോൾ തന്നെ അദ്ദേഹം വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ താൻ പറയുന്ന ആളായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് ശക്തമായ പിന്തുണ നൽകുന്ന ഷാഫി, അദ്ദേഹം ആദ്യം നിർദ്ദേശിച്ചിരിക്കുന്ന പേര് തന്നെ രാഹുലിൻ്റെതാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവും. പക്ഷേ രാഹുൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ചില ഇക്വേഷൻസ് യൂത്ത് കോൺഗ്രസിനിടയിൽ തന്നെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ സ്ഥാനാർത്ഥിയായാൽ ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നൊക്കെ ചില നേതാക്കൾ അവിടെയും ഇവിടെയും ഒക്കെ ആയി പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമവാക്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ കെ മുരളീധരനെ പരിഗണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി കോൺഗ്രസ് കഴിഞ്ഞ് BJP-യിലേക്ക് വന്നാൽ രണ്ടാം സ്ഥാനത്ത് BJP-യാണ്. ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയുമാണ് BJP പരിഗണിക്കുന്നത്. ഓരോയിടത്തും വോട്ട് വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഒരു വലിയ വിഭാഗം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സർവേയിൽ 32 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഇനിയിപ്പോൾ LDF-ലേക്ക് വരികയാണെങ്കിൽ അവർക്കൊരു ചെറിയ പ്രതിസന്ധി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുണ്ട്. കാരണം ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വെല്ലുവിളിയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പലരെയും അവർ പരിഗണിച്ചിരുന്നു. മേതിൽ ദേവികയെ അടക്കമുള്ള പലരെയും പരിഗണിച്ചിരുന്നെങ്കിലും അവർ സ്ഥാനാർത്ഥിയാകാനുള്ള സന്നദ്ധത അറിയിക്കാത്തതിനാൽ ഒരു യുവമുഖത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന്റെ അടുത്ത മണിക്കൂർ മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിക്കും. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.